Rama 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 Janaki Jane Rama Janaki Jane Kadana Nidanam Naham Jane Moksha Kavadam Naham Jane Janaki Jane Rama Janaki Jane Rama Vishadakale Sakhatvameva Bhayandhakare Prabhatvameva Vishadakale Sakhatvameva Bhayandhakare Prabhatvameva Bhavabdinauka Tvameva Deva Bhavabdinauka Tvameva Deva Bhaje Bhavantam Manobhirama Bhaje Bhavantam Manobhirama Janaki Jane Rama Janaki Jane Rama. Okay, very nice. Thank you. നമ്മൾ 15-ാമത്തെ അധ്യായത്തിലെ പുരുഷോത്തമ യോഗത്തില് ഒരു സംസാരത്തിന്റെ ഈ വേൾഡ് ഓഫ് ഓബ്ജക്ട്സിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഊർധ്വമൂല മതശാഖം, വേരുകളൊക്കെ മുകളിലും ശാഖകളൊക്കെ താഴെയായിട്ടുള്ള, വേരുകളൊക്കെ മുകളിലെന്ന് പറയുമ്പോൾ നറിഷിങ്ങും ഇതിനെയൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഏറ്റവും മുകളിലാണ്. ബ്രഹ്മൻ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്നുള്ളത് ഏറ്റവും മുകളിലും, അതിൽ നിന്ന് ശാഖകളും ബ്രാഞ്ചുകളും ഇലകളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു രൂപമായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചത്. ആ രൂപത്തിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ രൂപം നമ്മുടെ പെർസെപ്ഷന് അവൈലബിൾ അല്ല. കാരണം ദിസ് ഇസ് എ സട്ടിലർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദ റിയാലിറ്റി ഈസ്. അപ്പൊ നമ്മുടെ പെർസീവ് ചെയ്യുന്ന ഒബ്ജക്ട്സിൽ ഇതിനെ അന്വേഷിച്ച് നടക്കരുത്. തലകുത്തി നിൽക്കുന്ന മരത്തിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഫോർ യു ഫോർ യുവർ പെർസെപ്ഷൻ. പക്ഷേ ഇതിന് അന്തവും ഇല്ല, അവസാനവും ഇല്ല, തുടക്കവും ഇല്ല. ഇതിന്റെ ഈവൻ എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ് ഇസ് ഇൻ എ വെരി സട്ടിൽ വേ ദാറ്റ് യു കനോട്ട് ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പൊ എന്താ ചെയ്യുക, എപ്പോഴാണ് ഇതിനെ അറിയുക? അറ്റാച്ച്മെന്റ്സിനെ, മരങ്ങൾ, ഈ മരത്തിനെ, അശ്വത്ഥമേനം സംസാരമാകുന്ന വൃക്ഷത്തിനെ, ഈ അശ്വത്ഥത്തിനെ, അശ്വത്ഥ വൃക്ഷം, അശ്വത്ഥം എന്ന് നേരത്തെ എന്ന് പറഞ്ഞു, ശ്വം എന്ന് പറഞ്ഞാൽ നാളെ, ശ്വത്ഥം നാളെ ഉള്ളത്, അശ്വത്ഥം നാളെ ഇല്ലാത്തത്. അതായത് ടെമ്പററി ആയിട്ടുള്ളത്, എഫീമറൽ ആയിട്ടുള്ള ഈ സംസാരത്തിനെ, ടെമ്പററി ആയിട്ടുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിനെ അസംഗശസ്ത്രേന ദൃഢേന ചിത്വ, അസംഗമാകുന്ന ഡിറ്റാച്ച്മെന്റ് ആകുന്ന ശസ്ത്രം കൊണ്ട്, ഡിറ്റാച്ച്മെന്റ് ആകുന്ന ആയുധം കൊണ്ട്, ദൃഢേന ചിത്വ ദൃഢമായ മനസ്സോടുകൂടെ, ദൃഢമായ ഇതില് കംപ്ലീറ്റ് ആയിട്ടുള്ള ബിലീഫോട് കൂടെ ഇതിനെ മുറിച്ച് കളയുക. അസംഗശസ്ത്രേന ദൃഢേന ചിത്വ. അങ്ങനെ ആയാൽ തദപദം പരിമാർഗിതവ്യം യസ്മിൻ ഗദാന നിവർത്തന്ത ഭൂയേ. അങ്ങനെ ചെയ്താൽ വിത്ത് ഡിറ്റാച്ച്മെന്റ് യു വിൽ ഗെറ്റ് ടു ദാറ്റ് സ്റ്റേറ്റ്, ആ നിലവാരം, ആ സ്ഥലം, വേർ യദ്ഗത്വ ന നിവർത്തന്തി ഭൂയ. അവിടെ എത്തിക്കഴിഞ്ഞാൽ യദ്ഗത്വ ന നിവർത്തന്തി, തിരിച്ചുവരവില്ലാത്ത ഇറ്റേണൽ ആയിട്ടുള്ള, ഫിസിക്കൽ ആയിട്ടുള്ള യാത്രയും തിരിച്ചുവരവല്ല പറയുന്നത്, ഈവൻ മെന്റൽ ആയിട്ടുള്ള യാത്രയും തിരിച്ചുവരവല്ല പറയുന്നത്. റൈറ്റ് നൗ you will be in a different attitude where there is no going back to the joys and sorrows, ephemeral joys and sorrows of the world. സംസാരം നൽകുന്ന സുഖദുഃഖങ്ങളില് പിന്നെ രമിച്ച് സുഖങ്ങളിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ സങ്കടപ്പെടുകയും ചെയ്യുക. ആ ജോയ്സ് ഓഫ് സോറോ ഉണ്ടാവില്ല. യു വിൽ കം ടു മൈ സ്റ്റേറ്റ്, തമേവ ചാദ്യം പുരുഷം പ്രപദ്യ. യു വിൽ കം ടു ദാറ്റ് അൾട്ടിമേറ്റ് പുരുഷ്യ യഥപ്രവൃത്തി പ്രസിദ്ധാ പുരാണി. പുരാണത്തിൽ നിന്ന് വളരെ പണ്ട് തന്നെ എന്തിൽ നിന്നാണോ എല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് അവിടേക്ക് യു ആർ കമ്മിങ് ബാക്ക്. സോ അഗൈൻ ഇത് പറയുന്നത് മുഴുവൻ
ഗോയിങ് ബാക്ക് ഇൻ ടു ദ റിയൽ യു. നമ്മൾ ഈ പുറമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫസാഡിനെ അഴിച്ചു മാറ്റിയിട്ട് എനിക്ക് സന്തോഷം തരുന്നത് പ്രകൃതിയാണ്, എനിക്ക് സന്തോഷം തരുന്നത് എനിക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സ് ആണ്, ആ ഒബ്ജക്ട്സിന്റെ ഇഫക്റ്റിലാണ് ഞാൻ ജീവിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്, എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഡയറക്റ്റഡ് ടുവേർഡ്സ് എൻ്റെ സുഖത്തിനാണ്, ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സുഖിക്കുന്നത് എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് the ultimate truth and the ultimate happiness is beyond what I see as my existence in the gross body, even in the subtle body. എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ when you get there, that is a path of no return. അവിടെ നിന്ന് തിരിച്ചു വരവില്ല. ഇനി എന്ത് തരത്തിലുള്ള സീക്കേഴ്സിനാണ് അവിടെ എത്താൻ പറ്റുക? നിർമാനമോഹോ ചിതസംഗദോഷ. 5ാമത്തെ ശ്ലോകത്തില് നിർമാന മോഹം, മാനം പ്രൈഡ്, മോഹം ഡെല്യൂഷൻ, മാനൂല്യ മോഹൂല്യ, നിർമാനമോഹോ ജിത സംഘദോഷ. സംഘദോഷം അറ്റാച്ച്മെന്റ് കൊണ്ടുള്ള ദോഷങ്ങൾ. അറ്റാച്ച്മെന്റ് കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്? നമ്മളൊരു സാധനത്തിനോട് വളരെ അറ്റാച്ച്ഡ് ആവുന്നു, ആ സാധനം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇനി ഇത് നഷ്ടപ്പെടരുതേ എന്നോർത്ത് ദുഃഖിക്കുന്നു. സാധനങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് അത് തന്നെയാണ്. ആ സംഘദോഷം പോവുക. ഇതുകൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതിരിക്കുക. ഒബ്ജക്ട്സിൽ നിന്നാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്നുള്ള ഫീലിംഗ് കളയുക. അധ്യാത്മനിത്യ വിനിവൃത്ത കാമം ഡിസയേഴ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുക. ഓരോ കാര്യക്കാരും ഡിസയർ കൊണ്ടാണ് നമ്മൾ എല്ലാ ആക്ഷനും ചെയ്യുന്നത്. അപ്പൊ ആ ഡിസയേഴ്സിനെ കൺട്രോൾ ചെയ്യുക, സോ ദാറ്റ് യുവർ ആക്ഷൻസ് ബിക്കം പ്യുവറർ. അധ്യാത്മനിത്യ ഓൾവേസ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ പ്യുവർ സെൽഫ്. ഈ സത്യം എന്താണ് എന്ന് അറിയാനും അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള ശ്രമം നടത്തുക. ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംജ്ഞൈഹി. സുഖം ദുഃഖം എന്നുള്ള ദ്വന്ദ്വങ്ങളിൽ നിന്ന് വിമുക്തരാവുക. നേരത്തെ പല അധ്യായങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കണ്ടൻസ് ചെയ്ത് പറയുകയാണ്. ബിക്കോസ് ഇറ്റ്സ് നൗ ടോക്കിംഗ് അബൌട്ട് ദി അൾട്ടിമേറ്റ് സീക്കർ. എങ്ങനെയുള്ളൊരു സാധകനാണ് ഈ കാരണം പുരുഷോത്തമനാവാൻ പറ്റുക, പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമനാവാൻ പറ്റുക, ആ വഴിക്കുള്ള സാധകൻ എന്താണ്? നിർമാനമോഹോ ജിതസംഗദോഷ ദ്വന്ദ്വൈർ വിമുക്ത അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംജ്ഞ. സുഖവും ദുഃഖത്തിൽ നിന്നുള്ള ദ്വന്ദ്ങ്ങളെ മാറ്റുക. ഗച്ഛന്ത്യമൂഢ പരപദമവ്യയം തത്. അങ്ങനെയുള്ളവൻ ഗച്ഛന്ത്യ അമൂഢൻ, ബുദ്ധിയുള്ളവനായിട്ട് മൂഢത്വമില്ലാത്തവനായിട്ട് he will get to me പദം അവ്യയം തത്. അവ്യയം ഇറ്റേണൽ, അൺമ്യൂട്ടബിൾ, അൺചേഞ്ചബിൾ പദത്തിലേക്ക് നിങ്ങൾ എത്തും. സോ ദാറ്റ് ഈസ് ദി ഗോൾ. ആ ഗോളിനെ ഒന്നുകൂടെ, നമ്മൾ ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച നിർത്തിയത്, ആ ഗോളിനെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ, വിച്ച് ഈസ് എൻ എക്സ്ട്രീംലി ഫേമസ് ശ്ലോകം. കഠോപനിഷത്ത് നിന്ന് വന്ന ശ്ലോകമാണ്. അപ്പൊ ഭഗവത്ഗീതയിൽ പല ശ്ലോകങ്ങളും കഠോപനിഷത്ത് നിന്ന് നേരെ വന്നതാണ്. ഫോർ എക്സാമ്പിൾ 2ാമത്തെ അധ്യായത്തില് ദേഹി നിത്യം അവധ്യോയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ 2ാമത്തെ കഠോപനിഷത്ത് നിന്ന് വന്നതാണ്. അതേപോലെ ഇതും കഠോപനിഷത്ത് നിന്ന് നേരെ വരുന്നതാണ്. ഈ ശ്ലോകത്തിന്റെ വേറൊരു രൂപമാണ് നമ്മൾ ജനറലി ആചാര്യന്മാര് വരുമ്പോ അല്ലെങ്കിൽ സ്വാമിമാര് വരുമ്പോ ഒക്കെ സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന ഒരു മന്ത്രവും കൂടിയാണ്, ടു ഷോ ദി ഹൈയസ്റ്റ്. ഇത് 6ാമത്തെ ശ്ലോകം. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകാഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ന തത് ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. നമുക്ക് അറിയുന്ന പ്രകൃതിയിൽ വെളിച്ചം തരുന്നത് ഈ 3 സാധനങ്ങളല്ലേ ഉള്ളൂ. പകല് സൂര്യൻ വെളിച്ചം തരുന്നു, രാത്രി ചന്ദ്രൻ വെളിച്ചം തരുന്നു. നമ്മൾ പിന്നെ അല്ലാതെ അഗ്നിയെ ഉണ്ടാക്കിയിട്ട് ലോക്കലായിട്ട് വെളിച്ചം ഉണ്ടാക്കുന്നു. ഈ 3 സാധനങ്ങളെയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിനെ റെപ്രസെന്റ് ചെയ്യാണ്. ന തത് ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക. അപ്പൊ ഈ ലൈറ്റ് നമ്മൾ എങ്ങനെയാ കാണുക? നമ്മുടെ ഫിസിക്കൽ ഐസ് കൊണ്ടാണ് നമ്മൾ ഈ വെളിച്ചം കാണുന്നത്, റൈറ്റ്? അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ഉണ്ടായാൽ പോരാ നമുക്ക് കാണാൻ, ആ ഒബ്ജക്റ്റിനെ ഇലുമിനേറ്റ് ചെയ്യുന്ന ഒരു വെളിച്ചം വേണം. അപ്പൊ കണ്ണ് ആസ് എ സബ്ജക്റ്റ് വിൽ പെർസീവ് ആൻ ഒബ്ജക്റ്റ്. നമ്മളൊരു ചെടി കാണുന്നു, ഒരു മരം കാണുന്നു, ഒരു പൂവ് കാണുന്നു, ഒരു സാധനം കാണുന്നു. നമ്മുടെ കണ്ണ് വിൽ പെർസീവ് ഇറ്റ് ആസ് ദ സബ്ജക്റ്റ് ഓൺലി ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഇലുമിനേറ്റഡ് ബൈ ലൈറ്റ്. കറക്റ്റ്? ഒബ്ജക്റ്റിനെ വെളിച്ചം, നമ്മൾ അതിൽ വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുള്ളൂ. അതേപോലെ ബാക്കി എല്ലാ, ഇവിടെ കണ്ണ് എന്ന് പറഞ്ഞു, പക്ഷെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും
അതിൽ പെട്ടു. ചെവിക്ക് അതുപോലെ സൗണ്ട് നമുക്ക് പെർസീവ് ചെയ്യണമെങ്കിൽ ആ സൗണ്ടിനെ, ഇഫ് ദർ ഇസ് ഓൺലി എ സോഴ്സ് ഓഫ് സൗണ്ട് ക്യാൻ വി പെർസീവ് ഇറ്റ്. ശരീര ടച്ചിനും സ്മെല്ലിനും ടേസ്റ്റിനും ഒക്കെ അതുപോലെ. അപ്പൊ നമ്മുടെ സെൻസ് ഓബ്ജക്ട്സിന് ദർ ഹാസ് ടു ബി എ ലൈറ്റ് ഫോർ അസ് ടു പെർസീവ് ഇറ്റ്. പക്ഷേ ഈ കണ്ണ് കാണുന്നത് എന്തുകൊണ്ടാണ്? കണ്ണിന് മനമായ കണ്ണ്, അതിനും കണ്ണ്, റൈറ്റ്? അതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കണ്ണിന് അതിന്റെ കണ്ണ് എന്താണ്? നമ്മളിപ്പോ ഒബ്ജക്റ്റിന്റെ സബ്ജക്റ്റ് കണ്ണാണെങ്കിൽ വെൻ കണ്ണ് ഒബ്ജക്റ്റ് ആയ അതിന്റെ പുറകിൽ ഒരു സബ്ജക്റ്റ് ഇല്ലേ? ഈ കണ്ണ് കാണുന്ന മനസ്സിലാക്കുന്ന മനസ്സില്ലേ? ആ മനസ്സിനെയും കാണുന്നത് എന്താണ്? മനസ്സിനെയും ഇന്റലക്റ്റിനെയും കാണുന്നതാണ് ദർ ഈസ് ദാറ്റ് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ആ ലൈറ്റ് ഓഫ് കോൺഷ്യസ്ന് സൂര്യന്റെയും ചന്ദ്രന്റെയും അഗ്നിയുടെയും ഒന്നും വെളിച്ചം നതദ്ഭാസയതേ സൂര്യ. അവിടെ സൂര്യനും ചന്ദ്രനും അഗ്നിയൊന്നും ഇല്ല. ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലൈറ്റ്. അപ്പൊ നമ്മള് ജനറലി an object cannot illumine the subject, correct? ഞാൻ ഒരു സാധനത്തിനെ കാണുകയാണെങ്കിൽ I illumine through my eyes and my mind. That object which is inert cannot illumine me. അതേപോലെ ഈ എല്ലാം ഒബ്ജക്ട്സ് ആവുമ്പോ ഈ സബ്ജക്റ്റ് ആകുന്ന കോൺഷ്യസ്നെസ്സിനെ ഇല്യൂമിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. ഇവിടെ നതദ്ഭാസയതേ സൂര്യ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമം. ദാറ്റ് ഈസ് മൈ സുപ്രീം അബോർഡ്. അവിടെ എല്ലാത്തിനെയും തെളിയിക്കുന്ന വെളിച്ചം, ദ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ് ദാറ്റ് ഷൈൻസ് എവറിത്തിങ്, ദാറ്റ് ഈസ് മൈ അബോർഡ്. എന്റെ പരമമായ സ്ഥാനം, എന്റെ പരമമായ നിവാസസ്ഥാനം, which means I am consciousness. That light of consciousness I am. കഠോപനിഷത്തിലുള്ള ശ്ലോകം നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോപാധി കുതോയമഗ്നിഹി തമേവ ഭാന്തമനുപാധി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ഇതാണ് കഠോപനിഷത്തിലെ ശ്ലോകം. ഇതേ ഐഡിയ സൂര്യനും ചന്ദ്രനും ഒന്നും അല്ല എല്ലാത്തിനെയും വിഭാസിക്കുന്ന. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം, ചന്ദ്രനും അല്ല താരകവും അല്ല. തമേവ ഭാന്തം അനുപാധി സർവം, ഈ വെളിച്ചത്തിലാണ് ബാക്കിയെല്ലാം. സൂര്യനും ചന്ദ്രനും കൂടെ വെളിച്ചം കിട്ടുന്നത് തന്നെ ഈ വെളിച്ചത്തിൽ നിന്നാണ്, ഫ്രം ദ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്. തമേവ കാരണം കോൺഷ്യസ്നസ് ഇല്ലെങ്കിൽ സൂര്യനെയും വെളിച്ചം നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ചൈതന്യം കോൺഷ്യസ്നസ് പോയി കഴിഞ്ഞാൽ, ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ, ദെൻ സൂര്യനായാലും ചന്ദ്രനായാലും പാവകം, യു ഹാവ് നോ ഐഡിയ ഓഫ് വാട്ട് ഇറ്റ് ഇസ്, റൈറ്റ്? സോ അതുകൊണ്ട് ആ വെളിച്ചം മുഴുവൻ is shining on this light. ഈ ലൈറ്റ് ആണ് അതിനെയൊക്കെ ഫിസിക്കലായിട്ട് യു കനോട്ട് എക്സ്പ്ലെയിൻ ദിസ്, റൈറ്റ്? ദർ ഇസ് നോ ഫിസിക്കൽ വേ ടു എക്സ്പ്ലെയിൻ ദിസ്. ദിസ് ഇസ് ബിയോണ്ട് ദ റെലം ഓഫ് ഫിസിക്സ്. അപ്പോൾ സയന്റിസ്റ്റ് ആണെങ്കിൽ എന്റെ വെളിച്ചമാണ് സൂര്യനെ വിളിക്കുന്നവൻ, അവൻ പറയും ഒരു രക്ഷയില്ല, ഐ കനോട്ട് പ്രൂവ് ഇറ്റ്, ഷോ മീ ദ പ്രൂഫ്. നിന്റെ വെളിച്ചമാണ് സൂര്യന്റെ വെളിച്ചം, ഷോ മീ ദ പ്രൂഫ്. യു കനോട്ട് പ്രൂവ് ഇറ്റ്, റൈറ്റ്? അങ്ങനെ അപ്പൊ അതുകൊണ്ട് സയൻസ് വഴിക്ക് ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ബിയോണ്ട് ദ റെലംസ് ഓഫ് ഒബ്സർവേഷൻ ആസ് വി നോ. ഇത് ഈസ് ദി റെലം ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയും ഒക്കെ ഈ വെളിച്ചത്തിൽ തമേവ ഭാന്തം അനുപാധി സർവം. അവിടെ when you get to that place there is no returning back. Basically it's saying ആ കോൺഷ്യസ്നെസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ there is no returning back എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ then you don't unlearn it. It is there, right? നമ്മളൊരു കണക്ക് പഠിച്ചു, ഒരു കാൽക്കുലസ് പഠിച്ചു. once you understand it completely, പിന്നെ എനിക്ക് കാൽക്കുലൻസ് അറിയാണ്ടാക്കുക എന്നൊരു സംഭവം ഇല്ലല്ലോ, കറക്റ്റ്? ഞാൻ പഠിച്ചു, നല്ലോണം പഠിച്ചു, എനിക്ക് മനസ്സിലായി ഇതിന്റെ ഫണ്ടമെന്റൽസ് എന്താന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നാളെ ഒരാൾ ഒന്ന് പറഞ്ഞു മറക്കൂ കാൽക്കുലസിനെ, പറ്റുമോ? നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റിയിരിക്കും, നമ്മുടെ ട്രാൻസാക്ഷനിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ ഇത് നിനക്ക് അറിയില്ല എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാല് വിൽ ദാറ്റ് ബി ട്രൂ, റൈറ്റ്? അതാണ് ഇവിടെ പറയുന്നത് ഈ ജ്ഞാനം. അതാണ് ദാറ്റ്സ് ദി. അപ്പം ഋഷിമാർക്ക്, കാരണം ഇത് വാക്കുകളൊന്നും എത്താത്തൊരു സ്ഥലമായത് കാരണം അവർക്കിത് പറഞ്ഞ് ഉറപ്പിച്ചേ മതിയാവൂ. കാരണം നമുക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്, നമ്മൾ അജ്ഞാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തെറ്റിദ്ധാരണകൾ കാരണം അവർക്ക് പറഞ്ഞേ പറ്റൂ. ഇത് ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാല്
പിന്നെ നിനക്ക് തിരിച്ചുപോക്കില്ല. നീ അറിവല്ലാണ്ടാവില്ല. സ്വാമി ചിന്മയാനന്ദൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 1 day സ്ട്രീറ്റ് ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുപോക്കില്ല. അതിനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്, അൺകണ്ടീഷണൽ സെൽഫിനെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഇത് യത് ഗത്വാന നിവർത്തന്തേ എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യമായിട്ട് പറയുന്നത്. തദ്ധാമം, ആ ധാമം, ആ അബോർഡ്, ആ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്, നീ എത്തുന്ന ആ സ്ഥലം പരമമാണ്, അൾട്ടിമേറ്റ് ആണ്. മമ, അത് എന്റെയും തന്നെയാണ്. ഞാനും അതേ സ്ഥലത്ത് തന്നെയാണുള്ളത്. എന്നിലേക്ക് തന്നെയാണ് നീ എത്തുന്നത്. എങ്ങനെ? ഈ ത്രൂ ദിസ് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദിസ് ഈസ് ദി അൾട്ടിമേറ്റ്. ഈ വെളിച്ചമാണ് ഈ ഒരു ഒബ്ജക്റ്റിനും ഇലൂമിൻ ചെയ്യാൻ പറ്റാത്ത, സൂര്യനായാലും ചന്ദ്രനായാലും താരകങ്ങളായാലും അഗ്നി ആയാലും ഇലുമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഈ കോൺഷ്യസ്നെസിന്റെ ലൈറ്റിലാണ് ഷൈൻ ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കല്, എന്നുള്ള അറിവ്. നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഇതിനു മുമ്പത്തെ ശ്ലോകത്തില് ഇത് യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമം എന്ന് പറയുന്നതിന് മുമ്പ് ഗച്ഛന്ത്യമൂഢ പദമവ്യയം തത്, വിമൂഢന്മാര് നിർമ്മാനമോഹോ ജിതസംഗദോഷ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കൊണ്ടുള്ള സീക്കർ എന്റെ പദത്തിലേക്കാണ് എത്തുക. അങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ യു വിൽ സീ ദിസ് ലൈറ്റ് ആസ് ദി ഫൈനൽ അൾട്ടിമേറ്റ് ലൈറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ദെൻ ടു ഗെറ്റ് deluded by ignorance anymore. പിന്നെ യാത്രയിൽ ഇപ്പൊ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് വേണം. കാരണം നമുക്കിതൊന്നും അറിയില്ലല്ലോ, നമുക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പൊ ഗുരുവിന് പല പ്രാവശ്യം ആവർത്തിച്ച് പറയണം എന്തുകൊണ്ടാണ് നീ ഇത് പഠിക്കുന്നത്, നിനക്ക് ഗുണമാണ് എന്നുള്ളത്. കാരണം ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഞാൻ കുറച്ച് പഠിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞാൽ വിൽ ഐ ഫോൾ ബാക്ക് ഇൻ ടു ദ സംസാര? ഇല്ല. യഥാർത്ഥമായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യു വിൽ നോട്ട് ഫോൾ ബാക്ക്. യു കനോട്ട് ഫോൾ ബാക്ക് ബിക്കോസ് യു ഹാവ് റീച്ച്ഡ് മൈ ധാമം. എന്റെ പരമമായ ധാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് പിന്നെ തിരിച്ചു വരവില്ല. ഇനി ഇതിനെ തിരിച്ചു വരവില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ചിലപ്പോ നമുക്ക് പുനർജന്മം ഇല്ല, മരിച്ചു കഴിഞ്ഞാൽ ഇനി ജനിക്കില്ല എന്നൊക്കെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണാം. അപ്പൊ അതിനുവേണ്ടി പറയുന്നത്, അപ്പൊ അതിനുവേണ്ടി നമുക്ക് മനസ്സിലാവേണ്ടത് ഡെത്ത് ഈസ് ഓൺലി എ ഫിനോമിനൻ. ഡെത്ത് ഈസ് ഓൺലി എ ചേഞ്ച് ഇൻ ദിസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. കറക്റ്റ്? നമ്മൾ മരിക്കുക എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസിൽ നിന്നുള്ള ചേഞ്ച് ആണ്. റൈറ്റ്? അപ്പൊ ബോഡി ചേഞ്ചസ് ഓർ ബോഡി അണ്ടർഗോസ് ഡെത്ത്, ബോഡി സ്റ്റോപ്സ് ഇസ് ഫങ്ഷനിങ്. പക്ഷെ മൈൻഡ്, എക്യുപ്മെന്റ്, ഇൻസ്ട്രുമെന്റ്, ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ ഇൻ എ സട്ടിൽ ഫോം. അത് അടുത്ത ശ്ലോകങ്ങളിൽ വരും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്ത ശ്ലോകം, അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള അടുത്ത ശ്ലോകത്തിൽ വരും. പക്ഷെ mind, intellect, equipment, our sukshma body will go to other experiences wherever that is. പക്ഷെ ഇവിടെ പറയുന്നത് പുനർജന്മം ഇല്ല എന്ന് പറയുന്നതിന് പകരം മൈൻഡ്, ഇന്റലക്ട്, എക്സ്പീരിയൻസ് വിൽ ഓൾവേസ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെൽഫ്. ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു എക്സ്പീരിയൻസിന് വേണ്ടിയല്ലേ നമ്മൾ ജനിക്കുന്നത്. എല്ലാ എക്സ്പീരിയൻസും ഫൈനലായിട്ട് എത്തുന്ന ആ റെസ്റ്റിംഗ് പ്ലേസിൽ എത്തിയാല് പിന്നെ എക്സ്പീരിയൻസുകൾക്ക് എന്ത് പ്രസക്തി? റൈറ്റ്? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു ഇനി പുനർജന്മം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ 8ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പുനർജന്മം ഉണ്ടാവില്ല. നീ നോർത്തേൺ ഉത്തരായനം വഴിക്ക് പോവും, ബ്രഹ്മലോകത്തിലെത്തും, അവസാനം ബ്രഹ്മാവ് തന്നെ പറഞ്ഞു തരും. ക്രമമുക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് വേദാന്തം പറയുന്നത് ജീവൻ മുക്തിയാണ്. റൈറ്റ് നൗ, റൈറ്റ് ഹിയർ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിന്റെ എക്സ്പീരിയൻസ്, there is nothing to experience in this gross body with this gross equipments of mind and intellect. That experience will be one with the final. Then really you don't care how many bodies you have, how many mind, intellect, equipments you have. Right? ആ ഒരു ultimate state. അത് ക്ലിയർ ആക്കാൻ വേണ്ടി, കാരണം ഈഗോ, ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് മുഴുവൻ. റൈറ്റ്? നമ്മൾ 13ാമത്തെ അധ്യായത്തിന്റെ കണക്ഷൻ ആയിട്ട് ഇതിനെ എടുത്തോളണേ. 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസങ്കോസ്യ. ഈ ഗുണങ്ങൾ കാരണമാണ്, നമ്മുടെ ഗുണങ്ങൾ കാരണമാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ചെയ്യുന്നത് മുഴുവൻ
ഈ ഗ്രോസ് ബോഡിയും മൈൻഡ് ഇന്റലക്ട് ആണെങ്കിലും ഇതിനെ ഷൈൻ ചെയ്യുന്നത് മുഴുവൻ ആ പുരുഷനാണ്, ആ സ്പിരിറ്റ് ആണ്. പക്ഷേ സ്പിരിറ്റ് ഓൾസോ ഗെറ്റ്സ് ഡെല്യൂഡഡ് ആസ് പാർട്ട് ഓഫ് ദിസ് ബോഡി. അതിനാണ് നമ്മൾ ജീവ എന്ന് പറയുക, റൈറ്റ്? അങ്ങനെ വന്നിട്ട് ഇറ്റ് ഡസ് ഓൾ ഓഫ് ദോസ് തിങ്സ്. അപ്പൊ ഇവിടുന്ന് ആ ജീവ നമ്മൾ പറഞ്ഞു, the knower of all the experiences minus the field of experience is the pure consciousness. നമ്മള് I am the knower of all my experiences, but I am so intricately connected to my field. ഞാൻ തന്നെയാണ് ജീവാത്മാവായ ഞാൻ തന്നെയാണ് എൻ്റെ സുഖദുഃഖങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ എന്താണ്, ആ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്, ഞാൻ കളിക്കുന്ന ആ മേഖലയിൽ കുടുങ്ങിക്കിടന്നിട്ട് ഇതൊക്കെ എൻ്റെ ദുഃഖമായിട്ടും എൻ്റെ സന്തോഷമായിട്ടും ഞാൻ വലിച്ചു വാരി വെച്ചിരിക്കുകയാണ്. ഈ എക്സ്പീരിയൻസറായ എന്നെ എന്നിൽ നിന്ന് ആ ഫീൽഡിനെ മാറ്റിയാൽ ദാറ്റ് ഈസ് ദ പ്യുവർ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ദാറ്റ് ഈസ് എ പ്യുവർ ലൈറ്റ് ഓഫ് എക്സ്പീരിയൻസ്. ദാറ്റ് പ്യുവർ ലൈറ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ഇപ്പൊ സംശയം ഉണ്ടാവും ആൾക്കാർക്ക്. ഇനി ഈ ഈഗോ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തദ്ധാമം നിവർത്തന്തേ തദ്ധാമ പരമം മമ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുനർജന്മമൊന്നുമില്ലേ, ജീവന് വേറൊന്നും ഇല്ലേ എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് 1-2 അടുത്ത ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നത് ഭഗവാൻ. 7ാമത്തെ ശ്ലോകം, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. വളരെ സട്ടിലായിട്ട് ഒരു കാര്യം പറയാണ് ഇവിടെ. മമൈവാംശോ ജീവലോകേ, ഈ ഇൻഫിനിറ്റ് ആയ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിന്റെ ഒരു അംശമാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ദ്വൈതം ഉള്ളവർക്ക് അല്ലെങ്കിൽ ദ്വൈതമല്ല വിശിഷ്ടാദ്വൈതമാണത്. ദാറ്റ് we are a part of the universe, we are the part of total consciousness എന്നുള്ളത്. പക്ഷെ അതിന് വേറൊരു വഴിക്ക് ശങ്കരാചാര്യർ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഒരു പ്രകാശം സ്ഫുരിക്കുന്ന ഒരു ഗോളത്തിൽ നിന്ന് ഒരു സൂര്യനിൽ നിന്നൊരു രശ്മി വരുമ്പോ, ഈസ് ദാറ്റ് രശ്മി റിയലി ഡിഫറെന്റ് ഫ്രം സൂര്യൻ? Rashmi, you can look at it as amsham of Suryan, because the Rashmi would not have existed without Suryan, but is Rashmi different from Suryan? Correct? അപ്പൊ അങ്ങനെ അംശം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, അയ്യോ ഞാനൊരു ചെറിയ പാർട്ടാണ്. I mean, there is some logic in going through Dvaidam, കാരണം the universe is completely Dvaidam. When you want to get to the point of bhakti, when you want to surrender, ഇപ്പൊ ഹനുമാൻ പറയുന്നില്ലേ ശ്രീരാമനോട്, ശരീരഭാവത്തിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, മനോഭാവത്തിൽ ഞാൻ അങ്ങയുടെ അംശമാണ്, ആത്മഭാവത്തിൽ ഞാൻ അങ്ങ് തന്നെയാണ്. റൈറ്റ്? ഹനുമാൻ പറയുന്നുണ്ട് ശ്രീരാമനോട്, ശരീരഭാവത്തിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്, എൻ്റെ മനസ്സ് അങ്ങയുടെ ഒരു അംശമാണ്, പക്ഷെ എൻ്റെ ആത്മാവ് അങ്ങ് തന്നെയാണ്. അപ്പം മൂന്നും പറഞ്ഞു. അങ്ങയുടെ ദാസനാണ് എന്ന് പറയുമ്പോൾ അങ്ങിൽ നിന്ന് വ്യത്യസ്തനാണ്, ദ്വൈതമായി. എൻ്റെ മനസ്സ് അങ്ങയുടെ അംശം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വിശിഷ്ടാദ്വൈതമായി. അവസാനം ആത്മഭാവത്തിൽ ഞാൻ അങ്ങ് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്വൈതമായി. ഇവിടെ അദ്വൈതത്തിന്റെ ഇതിൽ പറയുമ്പം ഇതൊരു റേ ആണ്, ഇതൊരു അംശമാണ്, വ്യത്യസ്തമല്ല. റേ ഓഫ് ലൈറ്റ് ഈസ് എ ലൈറ്റ് ഇറ്റ് സെൽഫ് എന്നുള്ളത് കിട്ടാം. കാരണം ഇൻഫിനിറ്റ് ഹാസ് നോ പാർട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇൻഫിനിറ്റിനെ ഇതിന് പാർട്ടില്ല, ഇതിന് സെപ്പറേഷൻ ഇല്ല, ഇതിന് ഭാവമില്ല, രൂപമില്ല, അവ്യക്തമാണ്, ഇമ്മ്യൂട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞു. സോ ഇൻഫിനിറ്റ് ഹാസ് നോ റിയലി പാർട്സ്. കാരണം നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഘടാകാശം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത്, ഒരു കുടം എടുത്തിട്ട് ഈ കുടം എടുത്ത് വെച്ചിട്ട് ഈ കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സ്പേസ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഈസ് ഓൺലി എ കണ്ടീഷനിങ്, റൈറ്റ്? ആ കുടത്തിന്റെ ബൗണ്ടറി മാറ്റിയാല് കുടം സ്പേസും ഉള്ളിലെ സ്പേസും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. ഇറ്റ്സ് സെയിം സ്പേസ്, റൈറ്റ്? ഘടാകാശം മഹാകാശം ആർ ദ സെയിം. അപ്പൊ ഇറ്റ്സ് ഓൺലി എ കണ്ടീഷനിങ്. അതേപോലെ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് ഈസ് ദ കോൺഷ്യസ്നസ് conditioned by this body mind intellect equipment, right? ആ ഒരു വ്യത്യാസം. കുടത്തിനുള്ളിലുള്ള സ്പേസ് is nothing but the entire space.
ഓഷ്യനിലെ ഏതെങ്കിലും ഒരു വേവ് ഈസ് നത്തിങ് ബട്ട് ദി എൻറ്റയർ വാട്ടർ ഇൻ ദി ഓഷൻ. ആ വേവിന് ഇറ്റ് ഈസ് ഓൺലി എ കണ്ടീഷനിങ് ടെമ്പററിലി ഇൻ ദ ഫോം ഓഫ് എ വേവ്. It's nothing but water. But if the wave is thinking I am different from the ocean, നമ്മുടെ ഒക്കെ അവസ്ഥ അതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് I am different from that. നമ്മൾ ഓരോരുത്തരും I am different from another wave. എനിക്ക് ഞാൻ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാണ്, കാരണം എനിക്ക് എൻ്റെ രൂപവും ഭാവവും എനിക്ക് കാണുന്നതൊക്കെ വ്യത്യാസമാണ്. One wave is different from the other wave. There are transactional differences. പക്ഷേ if the wave starts to think I am different from the water, that wave is in a bigger trouble, right? A wave in a delusion ആണ്. Wave is nothing but water. Wave is nothing but a modification of water. അതേപോലെ നമ്മള് everything is nothing but a modification of the supreme consciousness. Supreme consciousness conditioned by the body, mind, intellect equipments ആണ് ഈ ജീവ. അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ പെട്ടെന്ന് ബോഡി മൈൻഡ് ഇന്റലക്ട് ആയത് കാരണം ബോഡിയുടെ ലിമിറ്റേഷൻസ്, മൈൻഡിന്റെ ലിമിറ്റേഷൻസ്, ഇന്റലക്റ്റിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ സുപ്രീം ലിമിറ്റേഷൻ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനപ്പുറമൊന്നുമില്ല. എന്റെ ശരീര മനോബുദ്ധികളാണ് എല്ലാം എന്നുള്ള മൂഢമായ ഭാവത്തിൽ ഞാൻ പെട്ടുപോകുന്നു. ദാറ്റ് ഈസ് മൈ കണ്ടീഷനിങ് ആസ് എ ലിമിറ്റഡ് ജീവ. ഭഗവാൻ ആദ്യം തൊട്ട് പറയുന്നത് അതിൽ നിന്ന് പുറത്തു വരണം. ആ ലിമിറ്റഡ് കണ്ടീഷനിങ്ങിൽ നിന്ന് പുറത്തു വരണം. നീ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് തന്നെയാണ് എന്ന് നീ നിന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് ആ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്, നീ തന്നെ ആ ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ്സിലേക്ക് എത്താൻ എവിടെയില്ല. ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോണെങ്കിൽ, ഇവിടുന്ന് എനിക്ക് ന്യൂയോർക്ക് സിറ്റിക്ക് പോണെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോവൂ എന്ന് പറയാം. ഇവിടെ തന്നെ ഇരിക്കുന്ന ഞാനിപ്പോ എൻ്റെ ഒരു കസേരയിൽ ഇരിക്കുമ്പോ ആ കസേരയിലേക്ക് പോവൂന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്ക് പോകാനാണ്? യു ആർ ഓൾറെഡി ദെയർ. ദി ഓൺലി തിങ് ഈസ് യു ഡോണ്ട് നോ ദാറ്റ് ഈസ്. ഇപ്പം ന്യൂയോർക്കിലാണെങ്കിൽ സെൻട്രൽ പാർക്കിന്റെ നടുവിൽ പോയി നിന്നിട്ട് വേറെ സെൻട്രൽ പാർക്ക് എന്ന് ചോദിക്കുന്ന പോലെയാണ്. യു ആർ ഇൻ സെൻട്രൽ പാർക്ക്. You just don't know that you're in Central Park. When the Guru comes and tells you this is Central Park, then you start to relate to Central Park. Aduvare you are searching for Central Park somewhere else, right? Nammade okka sthiti adana. You are searching for this consciousness somewhere outside while you are there. You need a Guru to tell you you are there. You are that. You are that consciousness. Realize it. Appo adana ivide parayunnathu. Mamai Vamsho Jeevaloge, ende ray thanneyaanu. This is the ray of consciousness. If it's a ray of light, if it is that ray, it should not be different from the source, because without the source a ray cannot exist. The infinite appo adonde Mamai Vamsho Jeevaloge, Jeeva Buddha Sanadana, having become the Buddha, different living entities. Ende ray njan thanne, ende consciousness thanne demonstrating as different Jiva Bhutangal. Right? My fundamental being, my nature, the ultimate nature, pala Bhutangalite demonstrate cheyyapedunnu. Example, 1000 ബക്കറ്റുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പകൽ നേരത്ത് നോക്കിയാൽ അതിൽ 1000 സൂര്യന്മാരെ കാണില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ 1000 സൂര്യന്മാരുണ്ടോ? ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഓൺ ഓൾ ദീസ് 1000 ലൈറ്റ്സ് കണ്ടീഷൻഡ് ബൈ ദ വാട്ടർ. നൗ ആലോചിച്ച് നോക്കൂ, നല്ലോണം ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഇളകാൻ തുടങ്ങിയാൽ ഈ സൂര്യനൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ പോലെ തോന്നില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യൻ പൊട്ടിപ്പൊടിയാണ്ടായിരുന്നോ? സോ യഥാർത്ഥം ഈസ് അൺകണ്ടീഷൻഡ്. പക്ഷേ when it takes the garb of body, mind and intellect, it gets conditioned by the limitations of the body, mind and intellect. നമ്മൾ ആ എസെൻഷ്യൽ നേച്ചർ അറിയാണ്ട് നമ്മൾ ജീവ ആയിട്ട്, ഈ ലിമിറ്റേഷൻസ് അനുഭവിക്കുന്ന ജീവ ആയിട്ട് എന്ത് ചെയ്യുന്നു? മന ഷഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ആകർഷിക്കപ്പെടുന്നു. എന്തിലേക്ക്? ഇന്ദ്രിയങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുന്നു. മനഃഷ്ടാനി ഇന്ദ്രിയാണി, 6ാമത്തേതേ മനസ്സായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങള് പ്ലസ് മനസ്സ് ജീവലോകത്തില് പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു.
മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു. ആറാമത്തേതായിട്ടുള്ള മനസ്സ് ഈ ഇന്ദ്രിയങ്ങളെ ഒക്കെ ആകർഷിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ആകർഷിക്കുമ്പോൾ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളാണ്, കാരണം ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് എപ്പോഴും പോകുന്നത്, പുറമേയുള്ള കാര്യങ്ങളെ കണ്ട് ആ കാര്യങ്ങളാണ് അതാണ് യഥാർത്ഥ രൂപം എന്നുള്ള ഇഗ്നറൻസിലേക്ക് നമ്മൾ പതിക്കുന്നു. ആ ഇഗ്നറൻസിൽ നിന്ന് പുറത്തു വരണം. കാരണം ഇത് അബൈഡിങ് ഇൻ പ്രകൃതിയാണ്. പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ എന്ന് 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അതേ കാര്യം. പ്രകൃതിയിൽ ഇരുന്നിട്ട് പുരുഷൻ ഇതൊക്കെ അനുഭവിക്കുകയാണ്. പ്രകൃതിയിൽ ഇരുന്ന കാരണം സെൻസ് ഓബ്ജക്ട്സ് ഒക്കെ പ്രകൃതിയാണ്, റൈറ്റ്? ഇത് നമ്മൾ 8 എന്താ ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവജ അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത നമ്മൾ 6ാമത്തെ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞാണ്, റൈറ്റ്? ഇപ്പൊ 8 തരമുള്ള പ്രകൃതിയിൽ ഇരുന്നിട്ട്, ഈ പ്രകൃതിയുടെ മോഡിഫിക്കേഷനിൽ ഇരുന്നിട്ട് ഈ സുപ്രീം കോൺഷ്യസ്നസ് വിചാരിക്കുകയാണ്, ഞാൻ കണ്ടീഷൻഡ് ആണ്, ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ. കാരണം ഈ പ്രകൃതി ഇനർട്ടാണ്, റൈറ്റ്? ഇപ്പൊ പ്രകൃതിക്കൊന്നും എല്ലാം ഇനർട്ടാണ്. പക്ഷെ അതിലേക്ക് ഒരു കോൺഷ്യസ്നെസ് വരുമ്പോൾ ആ കോൺഷ്യസ്നെസ് പറഞ്ഞാൽ ഞാനിപ്പോ ഇരിക്കുന്നത് ഈ ശരീരത്തിലാണ്, അപ്പൊ ഞാൻ ഈ ശരീരമാണ്, എന്റെ ചിന്തയാണ് ഈ കോൺഷ്യസ്നസ്. ശരിയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് ചിന്തകളൊന്നുമില്ല, ഉണർന്നെണീക്കുമ്പോൾ എനിക്ക് ഉറങ്ങി എന്നുള്ള അറിവും കൂടെ വരുന്നു. സോ മേ ബി ഐ ആം ദിസ് ലിമിറ്റഡ് എൻറ്റിറ്റി ദാറ്റ് തിങ്സ് അബൌട്ട് വാട്ട് ഐ ഹാവ് വെൻ ഐ വേക്ക് അപ്പ്, റൈറ്റ്? നോർമലി ഇപ്പൊ അബൈഡിങ് ഇൻ പ്രകൃതി, മനഃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. പ്രകൃതിയിൽ ഇരുന്നിട്ട്, ഈ ചേഞ്ച് ചെയ്യുന്ന പ്രകൃതിയിൽ ഇരുന്നിട്ട് ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു ഈ പുരുഷൻ. യു ഗെറ്റ് ടു ബി ദ ലിമിറ്റഡ് ജീവ. എപ്പോഴാണ് ഇൻഫിനിറ്റ് ഇതിനെയൊക്കെ ചെയ്യുക? എന്താണ് വാട്ട് ഈസ്? നമ്മൾ കഴിഞ്ഞ ഇതിന്റെ അവസാനത്തില് എന്റെ അബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ, തിരിച്ചുവരവില്ല. പക്ഷെ തിരിച്ചുവരവ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനുള്ള പറയാനുണ്ട്. ശരീരമാണ് ഒന്ന്. അതാണ് മമൈവാംശോ ജീവലോകി, ശരീരത്തിന്റെ അടുത്തേൽ വരും. എന്റെ അംശമാണ് ഇതെല്ലാം. ജീവഭൂത സനാതന മനഃഷ്ടാനിന്ദ്രിയാണി, 6ാമത്തെ ഇന്ദ്രിയമായിട്ട് മനസ്സ് ഇതിനെയൊക്കെ ആകർഷിക്കുകയാണ്, എന്നിലേക്ക് ആകർഷിക്കുകയാണ്. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഇനി ശരീരം യത് ആപ്നോതി യച്ഛ അപി ഉത്ക്രാമത് ഈശ്വരം. ഈശ്വരൻ എന്ന് പറഞ്ഞു, ഇവിടെ ലോർഡ് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടെ ഈ ജീവ എന്ന് പറയുന്നത് സട്ടിൽ, ഇപ്പൊ നമ്മൾ ഗ്രോസ് ബോഡി ഉണ്ട്, സട്ടിൽ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഉണ്ട്, ആൻഡ് ദെൻ കാരണ ശരീരം, which is the basic ignorance from which everything springs out, right? എല്ലാത്തിനും വെയിൽ ചെയ്യുന്ന ഇഗ്നറൻസ്. ഇപ്പൊ ഗ്രോസ് ബോഡി ഇറ്റ്സ് ഈസി ടു ഡിനൈ. ഞാനല്ല ഈ ശരീരം എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് ഡിനൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനാണ് മനസ്സും ചിന്തകളും, ഞാനാണ് എൻ്റെ മനസ്സും ഇന്റലക്റ്റും എന്നുള്ളത് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ശരീരം യഥവ ആപ്നോതി, ശരീരം എടുക്കുന്നു, ശരീരം പ്രാപിക്കുന്നു, ജീവൻ ശരീരത്തെ പ്രാപിക്കുന്നു, ഈശ്വരൻ ശരീരത്തെ പ്രാപിക്കുന്നു. കോൺഷ്യസ്നസ് പെർമിയേറ്റ്സ് ഇൻ ടു ദിസ് ബോഡി. ഓർ യത് അഭി ഉത്ക്രാമം, ഓർ വെൻ കോൺഷ്യസ്നസ് ലീവ്സ് ദ ബോഡി, ശരീരത്തിനെ ചെയ്യുമ്പോ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനിവാശയാത്. എങ്ങനെയാണിത് പോകുന്നത്? ഈ വന്ന ജീവൻ, നമ്മൾ ഒരു ശരീരം, നമ്മള് നേരത്തെ പല അധ്യായങ്ങളിൽ പറഞ്ഞു, ഈ ശരീരം നമ്മൾ എടുക്കുന്നത് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാനാണ്. ശരീരം ഭോഗായതനം, കർമ്മങ്ങൾ ചെയ്യാനും അനുഭവിക്കുന്നതിനാണ്. ഇതില് ഇവിടെ ശരീരം പറഞ്ഞ കാരണം ആത്മബോധത്തില് ശങ്കരാചാര്യർ 3 ശ്ലോകം കൊണ്ട് ഈ കംപ്ലീറ്റ് എക്സിസ്റ്റൻസിനെ വൃത്തിയായിട്ട് പറയുന്നത്. സോ ദിസ് ഇസ് വെരി കണക്റ്റഡ് ദേർ. പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മസഞ്ചിതം ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ. ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ. എങ്ങനെയാണ് ശരീരം ഉണ്ടാവുന്നത്? പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മസഞ്ചിതം. ഈ പഞ്ചീകരണം എന്ന് പറയുന്നത് വേദാന്തത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ക്വിക്ക് ആയിട്ട് പറയാം, നമ്മളത് ടച്ച് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ നൈസ് ഐഡിയ, ഇറ്റ്സ് എ നൈസ് സയന്റിഫിക് ഐഡിയ.
ഇപ്പൊ നമ്മൾ പഞ്ചഭൂതങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, റൈറ്റ്? പഞ്ചഭൂതങ്ങൾ 5 ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകള്, പഞ്ചഭൂതങ്ങളുടെ ഇൻഡിവിജ്വൽ സൂക്ഷ്മമായിട്ടുള്ള പ്യുവർ ആകാശം എടുത്തു. ലെറ്റ്സ് ടേക്ക് എ പ്യുവർ ആറ്റം ഓഫ് ആകാശം, പ്യുവർ ആറ്റം ഓഫ് വായു, പ്യുവർ ആറ്റം ഓഫ് അഗ്നി, പ്യുവർ ആറ്റം എന്ന് പറയുന്നത് ജനറലി ഒരു ഇതുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം എടുത്തു, ദ ഫൈനസ്റ്റ് ഫോം, ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എടുത്തു. ഇനി അതിനെയൊക്കെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ 1/2 ആൻഡ് ദി അതർ ഹാഫ്, റൈറ്റ്? ഇനി 2ആയി സ്പ്ലിറ്റ് ചെയ്ത ഹാഫിൽ രണ്ടാമത്തെ ഹാഫിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു ഓരോന്നിലും. അപ്പൊ ആകാശം ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 1/2 ഓഫ് ആകാശം ആൻഡ് 4 1/8 ഓഫ് ആകാശം, കറക്റ്റ്? ഇനി ഈ 1/8 ഓഫ് ആകാശത്തിന്റെ ഈ 4 മുറിച്ചതില് 1/8 ഓഫ് ദിസ് will go to, 1 will go to vayu, 1 will go to jalam, 1 will go to agni, 1 will go to prithvi, right? അപ്പൊ ഹാഫ് ഓഫ് ആകാശം എന്ന് നമ്മൾ പറയുന്നത് ഹാഫ് ഓഫ് ആകാശം ആൻഡ് 1/8 ഓഫ് ബാക്കി 4. അങ്ങനെയാണ് മാറ്റർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇതിനെയാണ് പഞ്ചീകരണം എന്ന് പറയുക. ദിസ് ഈസ് ഹൗ പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടായ, ആൻഡ് ദാറ്റ് ഈസ് ഹൗ എവറിത്തിങ് ദാറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടായത് എന്നാണ് വെരി സയന്റിഫിക്കലി നമ്മുടെ വേദങ്ങളിൽ പറയും. ഇതിനെ പഞ്ചീകരണം എന്ന് പറയും. അപ്പം വേണമെങ്കിൽ എവിടെയെങ്കിലും ഓൺലൈൻ സെർച്ച് ചെയ്തോ വായിച്ചാലോ അറിയാം. ഇറ്റ്സ് എ വെരി എലാബറേറ്റ്ലി ഡിസ്ക്രൈബ്ഡ് പ്രോസസ് നമ്മുടെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും. അപ്പൊ പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മസഞ്ചിതം. എന്തിനാണ് ഇങ്ങനെ ശരീരം എടുക്കുന്നത് നമ്മൾ? കർമ്മസഞ്ചിതം, റൈറ്റ്? ബിക്കോസ് നമ്മൾ മുജ്ജന്മങ്ങളിലെ കർമ്മങ്ങളായിട്ട് നിർണയിക്കപ്പെട്ടതാണ്. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. This is directed by നമ്മുടെ കർമ്മങ്ങൾ. ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ. സുഖദുഃഖങ്ങളുടെ അനുഭവ നിലമാണ്, സുഖദുഃഖങ്ങളുടെ അനുഭവിക്കുന്ന സ്ഥലമാണ് ശരീരം എന്ന് പറയുന്നു. അതേ തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ശരീരം യത് വ ആപ്നോതി, ഈശ്വരൻ അതിനെ പ്രാപിക്കുമ്പോഴും ഈശ്വരൻ അതിനെ വിട്ടുപോകുമ്പോഴും ഗൃഹീത്വൈതാനി സംയാതി, ഇത് വായുർഗന്ധാനിവാശയാത്, അതിന്റെ നിവാസ സ്ഥലത്തിൽ നിന്ന് ഗന്ധത്തിനെ വായു എങ്ങനെ മാറ്റിക്കൊണ്ടുപോകുന്നുവോ, അടിക്കുന്ന കാറ്റ് പൂവിന്റെ മണത്തെ എങ്ങനെ പൂവിന്റെ നിവാസ സ്ഥലത്തിൽ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുവോ, അതുപോലെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വാസനകളെ കൊണ്ട് ഈശ്വരൻ പോകുന്നു അടുത്തൊരു ശരീരം തേടിയിട്ട്. Right? So the idea, you have to understand this idea that ശരീരത്തിൽ നിന്ന് ജീവൻ അല്ലെങ്കിൽ കോൺഷ്യസ്നസ് പോവുക എന്ന് പറയുന്നത് പൂവിൽ നിന്ന് ഗന്ധത്തിനെ കാറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് പോലെയാണ്. എന്തിന്? വാസനകളെ വേറൊരു കാരണ ശരീരത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി, കർമ്മങ്ങള് വേറൊരു ശരീരത്തിലൂടെ ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാം എന്റെ അബോർഡാണെന്ന് പറയുന്നതിന് പറഞ്ഞു വരികയാണ്. ഇത് ഈ പ്രോസസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ശങ്കരാചാര്യര് ഇത് ശരീരത്തിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ശ്ലോകത്തില് പ്രാണനെയും മനസ്സിനെയും കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം. 10 ഇന്ദ്രിയങ്ങള്, ദശേന്ദ്രിയങ്ങള്. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. റൈറ്റ്? ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ആൻഡ് ദെൻ കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ, ഓർഗൻസ് ഓഫ് റീപ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെയുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ. ദശേന്ദ്രിയ സമന്വിതം 10 ഇന്ദ്രിയം. പഞ്ചപ്രാണൻ പ്രാണ, അപാന, സമാന, ഉദാന, വ്യാനൻ. നമ്മൾ നേരത്തെ ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ധ്യാന യോഗത്തിൽ നമ്മൾ പ്രാണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 പ്രാണനുകൾ. പഞ്ചപ്രാണൻ, മനസ്സ്, ബുദ്ധി 17 അപഞ്ചീകൃത ഭൂതോത്ഥം സൂക്ഷ്മാംഗം ഭോഗസാധനം. പഞ്ചീകരിക്കപ്പെടാത്ത, അപഞ്ചീകൃതം, പഞ്ചീകരിക്കപ്പെടാത്ത, അതായത് ഡിവിഷൻ അണ്ടർഗോ ചെയ്യാത്ത ഫണ്ടമെന്റൽ എലമെന്റ്സിൽ നിന്നുണ്ടായതാണ് സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരം, മനസ്സ്, ബുദ്ധി. സൂക്ഷ്മശരീരമാകുന്ന മനസ്സും ബുദ്ധിയും അപഞ്ചീകൃതം. ഈ മാറ്റർ തന്നെയാണ്, പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. പക്ഷേ they have not undergone the modifications.
സോ ഫണ്ടമെന്റലി പറയാണ്, പ്രകൃതി എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സും ബുദ്ധിയും ഒക്കെ ഇനർട്ട് മാറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. The reason why മനസ്സ് ബുദ്ധി are inert are they also are coming from പഞ്ചഭൂതങ്ങള്. പക്ഷെ അപഞ്ചീകൃതം, they have not undergone ഈ പഞ്ചീകരണം അല്ലെങ്കിൽ this modification. പിന്നെയോ അനാദ്യ വിദ്യാ നിർവാച്യ കാരണോപാധിരുച്യതേ, അനാദിയും അനിർവചനീയവുമായ അവിദ്യ കാരണശരീരം എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ദ കോസൽ ബോഡി. ഗ്രോസ് ബോഡി constituted of പഞ്ചഭൂതങ്ങൾ ആഫ്റ്റർ പഞ്ചീകരണം, സട്ടിൽ ബോഡി constituted of പഞ്ചഭൂതങ്ങൾ വിത്തൗട്ട് പഞ്ചീകരണം, and then the causal body which is avidya, ignorance. ഉപാധി ത്രിതയാദ്യാനം ആത്മാനം അവധാരയേത്. ഈ 3 ഉപാധികളിൽ നിന്നും ഭിന്നമായിട്ടുള്ളതാണ് ആത്മാവ് എന്നറിയണം. ആത്മാവ് ആർ നോട്ട് ദീസ്. പക്ഷേ നമ്മൾ എന്ത് വിചാരിക്കുന്നു, ഇത് കണ്ടീഷൻഡ് ആണ് നമ്മൾ എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇരിക്കുന്നു. ഒരു ഈശ്വരൻ ഒരു ശരീരത്തിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, ശരീരം എടുക്കുമ്പോൾ വായു ഗന്ധത്തിനെ കൊണ്ടുവന്ന പോലെ വാസനകൾ ഈ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈശ്വരൻ ഈ ശരീരത്തിൽ നിന്ന്, കോൺഷ്യസ്നസ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ വായു ഗന്ധങ്ങളെ ഒരു പൂവിൽ നിന്ന് കൊണ്ടുപോകുന്ന പോലെ ഈ ശരീരത്തിൽ നിന്ന് വാസനകളെ കൊണ്ടുപോകുന്നു, ഫ്രാഗ്രൻസിനെ കൊണ്ടുപോകുന്നു. ബേസിക്കലി അതന്നെയാണ് നമ്മുടെ സട്ടിൽ ബോഡി, which is nothing but a bundle of vasanas. എന്താണ്, what have we gained, what have we taken off for all these years? അതന്നെയാണ് വാസന. അതിനെ ഈശ്വരൻ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നു. എങ്ങനെ? വായു ഒരു പൂവിൽ നിന്ന് ഗന്ധത്തിനെ കൊണ്ടുപോകുന്ന പോലെ പോകുന്നു. ഉപനിഷത്തിൽ പറയുന്ന എല്ലാ ഉപനിഷത്ത് ഡിക്ലറേഷൻസ് ആണ് ഇത് മുഴുവൻ. അപ്പൊ സട്ടിൽ ബോഡീനെ നമ്മൾ പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളും അല്ല 5 സെൻസസും, ഇന്ദ്രിയങ്ങളല്ല അത് സെൻസസ്, എന്താണോ കൺസീവ് ചെയ്യുന്നത്, ആൻഡ് ദ മൈൻഡ്. കാരണം നമ്മളൊരു സാധനത്തിനെ കാണുകയാണെങ്കിൽ മനസ്സല്ലേ ശരിക്കും കാണുന്നത്. ആ മനസ്സും ഈ 5 സെൻസസും ആണ് ഇത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ വാസനാസ്. ഓരോ ഇത് കഴിയുമ്പോഴും, അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവൃത്തി കർമ്മസഞ്ചിതമാണ് ശരീരം. ആ കർമ്മത്തിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഈശ്വരൻ വായു ഗന്ധത്തിനെ കൊണ്ടുപോകുന്ന പോലെ വാസനകളെയും കൊണ്ടുപോകുന്നു. ആൻഡ് ദെൻ ഇതിൽ ഇരിക്കുമ്പോ ജീവ നമ്മൾ ഇതിനെയൊക്കെ എൻജോയ് ചെയ്യുന്നു. എങ്ങനെ? അടുത്ത ശ്ലോകത്തിൽ പറയും, ശ്രോത്ര ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. അതും കൂടെ നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ശ്രോത്രം കേൾക്കുന്നത് ചെവി, ചക്ഷു കണ്ണ്, സ്പർശനം ടച്ച്, രസനം ടേസ്റ്റ് മണം, ഘ്രാണം ടേസ്റ്റ്. ഈ 5 കാര്യങ്ങളും കൊണ്ട് അധിഷ്ഠായ മനശ്ചായ, ഇത് 5 മനസ്സിലല്ലേ ഇരിക്കുന്നത്. മനസ്സുണ്ടെങ്കിലല്ലേ ഇതൊക്കെ അറിയൂ. നന്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ, അസലായിട്ട് ഉറങ്ങുകയാണ്, അയാളെ തൊട്ടാൽ അയാൾ അറിയൂ. അയാളുടെ മൂക്കിന്റെ അടുത്ത് കൊണ്ട് ഒരു സ്പ്രേ അടിച്ച് അയാൾ അറിയും. ഉണർന്നു കഴിഞ്ഞാൽ അറിയും. പക്ഷെ നന്നായി ഉറങ്ങുമ്പോൾ അയാൾ അറിയും. മനസ്സ് എക്സിസ്റ്റ് ചെയ്യാത്തൊരു സമയത്ത് അയാൾ അറിയൂ ഇല്ലല്ലോ. സോ ഇത് അറിയുന്നത് മനസ്സിലൂടെയാണ്. അധിഷ്ഠായ മനശ്ചായ വിഷയാൻ ഉപസേവതേ. ഈ വിഷയങ്ങൾ അറിയുന്നത് മുഴുവൻ ഈ ജീവാത്മാവ്, ഈ ജീവ കണ്ടീഷൻഡ് ഇൻഡിവിജ്വല് വിഷയങ്ങൾ അറിയുന്നത് മുഴുവൻ, അല്ലെങ്കിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നത് മുഴുവൻ ചെവി, കണ്ണ്, മൂക്ക്, ശ്രോത്രം ഇവയൊക്കെ മനസ്സിനായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അധിഷ്ഠായ മനശ്ചായ വിഷയാനുപസേവിത. ഇപ്പൊ മനസ്സാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും, ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുജാനം നാഗുണാദ്. ഇതൊക്കെ ഒരു കണക്റ്റഡ് ത്രെഡ് ആണ്. അടുത്തത് ഇത് പോകുമ്പോൾ, ഈ കോൺഷ്യസ്നസ് പോകുമ്പോൾ എന്താവും? കോൺഷ്യസ്നസ് പോവല്ല, ഇറ്റേണൽ കോൺഷ്യസ്നസ് intimately present in every experience, but when you don't start to recognize it, എന്താവും എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ. So ഇവിടെ the idea is that
to understand that you are the ultimate Purusha, you have to overcome your limitations. You have to understand that നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകൾ, സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിമിറ്റേഷൻസ്, അതിൽ നിന്ന് മാറി നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും ചന്ദ്രനും അഗ്നിയേക്കാളും വലിയ വെളിച്ചം, അതിനുപോലും വെളിച്ചം കൊടുക്കുന്ന വെളിച്ചം നിങ്ങൾ തന്നെയാണ്. The fundamental reality, the object that you think is you are perceiving is not existent without your consciousness. Your consciousness illuminates everything around. In that light, all your experiences shine through. ഇന്ന് ഇവിടെ നിർത്താം. ലാസ്റ്റില് പറഞ്ഞതാണ് മനസ്സിൽ നിൽക്കുന്നത്. അതായത് ഒരു അവസാന സമയത്ത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ലേ? അത് തന്നെയാണ് മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതായത് വേറൊരു ജന്മത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അന്ന് ബാക്കി നിൽക്കുന്ന വാസനകള് പിന്നെ വീണ്ടും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തിലേ എത്തും എന്നുള്ളതാണ്. കാരണം ആ വാസനകളാണ് കർമ്മം. കാരണം വാസന ഇസ് നത്തിങ് ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മഴ, ഒരു മലയില് മഴവെള്ളം പെയ്ത് ആ മഴവെള്ളം ചാലുകളായി ഒഴുകുമ്പോ പിന്നെ ഒഴുകുന്ന വെള്ളം മുഴുവൻ ആ ചാലുകളിലൂടെ ഒഴുകൂ. അത് വാസന. യു ആർ ഫോഴ്സ്ഡ് ടു ഡു സർട്ടൻ തിങ്സ്. അപ്പൊ ആ വാസനകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ, അപ്പൊ ആ കർമ്മങ്ങളിൽ നിന്ന് കൂടുതൽ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നു മനസ്സിൽ. ആ ഇംപ്രഷൻസ് കൂടുതൽ, അപ്പൊ അതാണ് കർമ്മങ്ങൾ പ്യൂരിഫൈ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ആവശ്യം. എന്താണെന്ന് വെച്ചാൽ ഈ വാസനകളെ ക്ലീൻ ചെയ്യാനാണ്. ഇല്ലെങ്കിൽ മോശം വാസനകൾ അല്ലെങ്കിൽ തെറ്റായ കർമ്മങ്ങൾ ചെയ്യാനുള്ള വാസനകൾ ഉണ്ടാവുമ്പോൾ തെറ്റായ കർമ്മങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകും. ബിക്കോസ് നമ്മളിപ്പോ യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി എന്ന് പറയില്ലേ, അതന്നെയാണ് ഇവിടെ പറയുന്നത്. നീ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അപ്പൊ അത് കൊണ്ടുപോകുന്ന വഴി വായു എങ്ങനെയാണോ ഗന്ധങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നത്, അതേപോലെ വാസനകളെയൊക്കെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നുള്ള വാസനകളെയൊക്കെ കൊണ്ടുപോയിട്ട് മറ്റൊരു സൂക്ഷ്മ ശരീരമാകുന്നു. അതിന് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥൂല ശരീരത്തിനെ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു സ്ഥൂല ശരീരം രൂപപ്പെടുന്നു കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇത് ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ആ മൊമെന്റില് ഒരാളുടെ ശരീരത്തിൽ നിന്നും ആ ജീവൻ പോകുന്നു എന്ന് പറയുന്ന ആ മൊമെന്റില് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്തു വെക്കുകയല്ല, വേറൊരു സ്ഥൂല ശരീരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി എടുത്തു വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഉണ്ടായിരിക്കില്ല, ചിലപ്പോ അപ്പോഴ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതേ മൊമെന്റില് വേറൊരു സ്ഥൂല ശരീരം ജനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേ മൊമെന്റിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് വാസനകളായിട്ട് ഇപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരം, മനസ്സ് ബുദ്ധിയുള്ള സൂക്ഷ്മ ശരീരം വാസനകളായിട്ട്, ഈ വാസനകള് മനസ്സ് ബുദ്ധി ആ ഒരു സാധനം പോയിട്ട് നൗ ഇറ്റ് ഹാസ് സർട്ടൻ തിങ്സ്, റൈറ്റ്? ഇപ്പൊ കർമ്മങ്ങൾ ചെയ്ത് നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലം, മോശം കർമ്മങ്ങൾക്ക് മോശം ഫലം. അപ്പൊ അതൊക്കെ അനുഭവിക്കാൻ ഒരു സമയമുണ്ട്. അപ്പൊ നല്ല കർമ്മങ്ങളാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് യു ഹാവ് എ പ്ലേസ് ടു ഗോ ആൻഡ് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദി ആക്ഷൻ. കാരണം if you make an action you have to have the fruit. കശപ്പുള്ള ഫ്രൂട്ട് ആണെങ്കിലും മധുരമുള്ള ഫ്രൂട്ട് ആണെങ്കിലും കഴിച്ചേ പറ്റൂ. അപ്പൊ നല്ല കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ സ്വർഗലോകത്ത് പോയി ആ കർമ്മങ്ങളുടെ ഒക്കെ ഗുണം അനുഭവിച്ച് അത് തീരുമ്പോ വീണ്ടും മർത്യലോകത്തേക്ക് വരുന്നു. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. അപ്പം ഈ വാസനകളൊക്കെ പോയിട്ട് ആസ് എ സട്ടിൽ ബോഡി, അതിനെയാണ് നമ്മൾ അപ്സരസ്, യക്ഷസ്, ഗന്ധർവന്മാര് എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ ഗുണങ്ങളും കർമ്മങ്ങളും ഒക്കെ ഇവിടെ ചെയ്യാനുള്ളത് ചേർത്ത് ദേ ആർ നൗ ലിവിങ് ഇൻ എൻ ആസ്ട്രൽ വേൾഡ് ബിക്കോസ് അവര് അറ്റ് എ ഹയർ പ്ലെയിൻ. പക്ഷെ അവരുടെ കർമ്മങ്ങൾ അവിടെയുള്ളതിന്റെ ഗുണം, ബാങ്ക് ബാലൻസ് അവിടുന്ന് തീർന്നാൽ പിന്നെ ഏൺ ചെയ്യാൻ വീണ്ടും താഴത്തേക്ക് വരണം.
റൈറ്റ്? അപ്പോ ആ സമയത്തേക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചിത്രഗുപ്തനൊക്കെ അക്കൗണ്ട് ചെയ്ത് വെക്കേണ്ട പറയില്ലേ, ഈ അക്കൗണ്ടിങ് ഒക്കെ എവിടെയോ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയോ കാരണം ഇവിടെ ഒന്നും കണക്ക് തെറ്റണില്ല. ഒരാളും അയാൾ അർഹിക്കാത്ത അനുഭവിക്കുന്നില്ല, അറിയണില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ ഈ കുട്ടിക്ക് എന്തിനാ ഭഗവാനെ ഇങ്ങനെ ഒരു ദുർഗതി കൊടുത്തത്? നമ്മൾ ഭഗവാൻ അറിയാം എന്തിനാണ് ആ ദുർഗതി കൊടുത്തത്. വാട്ട് ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ഭഗവാൻ അറിയാം. നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു, ഓ ഇതൊന്നും യൂണിവേഴ്സിന്റെ കണക്കിൽ പെട്ടിട്ടില്ല, ഇത് വേൾഡ് ഈസ് അൺഫെയർ. ദർ ഇസ് നത്തിങ് അൺഫെയർ. നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ദർ ഇസ് നത്തിങ് മോർ ഓർ നത്തിങ് ലെസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. നമ്മൾ ഏൺ ചെയ്യുന്ന ഓരോന്നും നമുക്ക് അർഹതപ്പെട്ടതാണ്. അയ്യോ ഞാൻ ഒന്നും ചെയ്യാതെ എനിക്ക് എന്തോ കുറെ കിട്ടി എന്ന് പറയുമ്പോൾ, നീ ഒന്നും ചെയ്യാതെ അല്ലേ എന്നോ നീ ചെയ്തിട്ടുണ്ട്, അതിന്റെ ബലാണ് ഇപ്പൊ കിട്ടണത്. ഇനിയിപ്പം അയ്യോ ഞാൻ ഇത്രയൊക്കെ പണിയെടുത്തല്ലേ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, നീ പണ്ട് ആരുടെയൊക്കെയോ പണിയെടുക്കാണ്ട് മുതലാക്കിയിട്ടുണ്ട്, അപ്പൊ അതിനുള്ള ബാലൻസിങ് ആണ് ഇപ്പൊ ഒന്നും കിട്ടാത്തതും. സോ ഇറ്റ്സ് ഓൾ എ ഗ്ലോബൽ യൂണിവേഴ്സൽ ബാലൻസിങ് ദാറ്റ്സ് ഗോയിങ് ഓൺ. പക്ഷേ ഇതിലൊക്കെ കോൺസ്റ്റന്റ് എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ഇതൊക്കെ എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ദാറ്റ്. അപ്പൊ നിങ്ങൾ ഈ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് അയ്യോ എനിക്കെന്ത് അങ്ങനെ വന്നു, എനിക്കെന്തിങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ചെയ്യാതെ യു ഗോ ഓവർ ആൻഡ് ബിയോണ്ട്. അതിനാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത്, അസംഗശസ്ത്രേന ദൃഢേന ചിത്വ. അറ്റാച്ച്മെന്റുകളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സംഘമാണ്, സംഘം കൊണ്ടാണ് എനിക്ക് എന്റേത്, ഞാൻ, എൻ്റെ ഈഗോ, എൻ്റെ കാര്യങ്ങളെ, എൻ്റെ കുട്ടികളെ, എൻ്റെ വീട്, എൻ്റെ സാധനം ഞാൻ ചെയ്തത്, ഈ സംഘങ്ങൾ കൊണ്ട്, ഈ അറ്റാച്ച്മെന്റുകൾ കൊണ്ടാണ് എൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് ലീവ് ദാറ്റ്, ഗോ ടു ദാറ്റ് ഹയർ കോൺഷ്യസ്നസ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ദാറ്റ് ഹയർ കോൺഷ്യസ്നസ്. ഈ ജീവശരീരം എടുക്കുമ്പോൾ ലിമിറ്റഡ് ആണ് എന്ന് വിചാരിക്കേണ്ട. ശരീരത്തിന്റെ ചെയ്യാനുള്ള കർമ്മങ്ങളുണ്ട്, മനസ്സിൻ്റെതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അത് പ്യൂരിഫൈ ചെയ്യാനുള്ള വഴിയാണ് ആദ്യത്തെ 6 അധ്യായത്തിൽ പറഞ്ഞു തന്നത്, റൈറ്റ്? അത് കർമ്മയോഗം, കർമ്മത്തിന്റെ വഴിയിൽ ചെയ്യുക. പിന്നെ ഭക്തിയോഗം പറഞ്ഞു ഓൺ ഹൗ യു എലവേറ്റ് യുവർ മൈൻഡ് ടു എ ഹയർ ഗോൾ ആൻഡ് ഹൗ യു അറ്റാച്ച് ടു എ ഹയർ ഗോൾ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നൗ യു ആർ ഫിറ്റ് ഫോർ ദി അൾട്ടിമേറ്റ് നോളജ്. ദിസ് ഈസ് ദി അൾട്ടിമേറ്റ് നോളജ്. ദിസ് ഈസ് ദ നോളജ് ദാറ്റ് വിൽ സെറ്റ് യു ഫ്രീ. See, look at the process, right? 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും അക്ഷരമാലകളൊക്കെ നന്നായിട്ട് പഠിക്കൂ. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റും പാരഗ്രാഫും ഒക്കെ എഴുതാൻ പഠിക്കൂ. 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ സ്വന്തമായിട്ട് അവനവന്റെ കഥ എഴുതൂ. ദാറ്റ് എവല്യൂഷൻ, യു നോ ദാറ്റ്. പക്ഷെ അതില്ലാണ്ട് ഞാൻ നേരെ ജ്ഞാനയോഗത്തിലേക്ക് വന്നു, എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം കിട്ടണം, ഞാൻ ഐ ആം ദി അൾട്ടിമേറ്റ്, ഐ ആം റിയലൈസ്ഡ്, കിട്ടില്ല. യു മൈറ്റ് നോ ദാറ്റ്, you might peripherally know that you are that. പക്ഷേ കർമ്മം ക്ലീൻ അല്ല. അപ്പം ത്യജിക്കാനുള്ള മനോഭാവം, ത്യാഗഭാവം വന്നിട്ടില്ല. എല്ലാത്തിനെയും പിടിച്ചു വെക്കാനുള്ള ഭാവം പോയിട്ടില്ല. എന്നെക്കാളും വലുതെന്തുകൊണ്ട് ഈശ്വരനാണ്, അതിലേക്ക് ഞാൻ സമർപ്പിക്കണം, സമർപ്പണ ബോധം, പ്രസാദ ബുദ്ധി വന്നിട്ടില്ല. ഇതൊന്നും വന്നില്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ് സൂര്യനാണ്, നചത്ര സൂര്യോപാസി, നചന്ദ്ര താരകം എന്നൊക്കെ പറയാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വിത്ത് എ ക്ലീനർ മൈൻഡ്. അതിനാണ് ധ്യാനയോഗം പറഞ്ഞത്, സോ ദാറ്റ് യു ക്യാൻ ഗോ ഇൻ ടു ഹയർ ആൻഡ് ഹയർ ഫ്ലൈറ്റ്സ് ഓഫ് മെന്റൽ പീസ് ആൻഡ് ഇക്വിപ്പോയ്സ്. യു ഗെറ്റ് ദെയർ. നൗ അതൊക്കെ ചെയ്തിട്ട് തെളിഞ്ഞ ഒരു വളരെ വൃത്തിയായ പാത്രത്തില് ഏറ്റവും പ്യുവറായ ഫുഡ് ഇടുകയാണ് ഇപ്പൊ, റൈറ്റ്? ഇല്ലെങ്കിൽ ഈ ഫുഡ് ഇടും, പാത്രം ഭയങ്കര വൃത്തികേടാണ്, ഫുഡും വൃത്തികേടാവില്ല ഓട്ടോമാറ്റിക്കലി. ഏറ്റവും പ്യൂർ ഫുഡാണ്, പക്ഷെ പാത്രത്തിലൊക്കെ അഴുക്കാണെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. ഫുഡ് ഉണ്ടോ? ഉണ്ട്. പാത്രം ഉണ്ടോ? ഉണ്ട്. അറിഞ്ഞോ എന്താ ഫുഡ്? അതും അറിയാം. ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇപ്പോ കർമ്മയോഗം കൊണ്ട് പാത്രം ക്ലീനായി, ധ്യാനയോഗം കൊണ്ട് എന്ത് തരത്തിലുള്ള ഗിഫ്റ്റാണ് ഭഗവാനെ ഈ പാത്രത്തിലേക്ക് വേണ്ടത്, നീ തരുന്നതാണ് ഏറ്റവും നല്ല പ്രസാദം എന്നത് മനസ്സിലായി. അങ്ങനെ തന്നാൽ വരുന്ന പ്രസാദം ഏറ്റവും മധുരമുള്ളതായിരിക്കും. ജ്ഞാനമാകുന്ന പ്രസാദം ഏറ്റവും മധുരമുള്ളതായിരിക്കും. അപ്പൊ അവിടേക്കാണ് ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് പുരുഷ. അതുകൊണ്ടാണ് ഈ അധ്യായം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. കാരണം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ കണക്ട് ചെയ്ത് ഒരു ഫൈനലായിട്ട് പറയേണ്ടത്. നാരായണൻ, ഈ പഞ്ചീകരണം എന്ന് പറഞ്ഞത് അത് എന്തിനാ സംഭവിക്കുന്നത്? പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങൾക്ക്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, 5 പഞ്ചമഹാഭൂതങ്ങളല്ലേ?
ഈ 5 പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നല്ലേ എല്ലാം ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്? സോ നമുക്ക് ഇതില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ ശരീരം മുതൽ, ചെടി മുതൽ, ഉള്ള ഒബ്ജക്റ്റ് മുതൽ, ആകാശം എന്ന് പറയുന്നത് ഈ സ്പേസ്, വായു എന്ന് പറയുന്നത് ഈസ് എയർ, ജലം വെള്ളം, അഗ്നി ഈസ് ദ ഹീറ്റ്, നമ്മുടെ ശരീരത്തിലും എല്ലാത്തിലും ഹീറ്റ് ഉണ്ട്. ആൻഡ് ദെൻ ഭൂമി ഈസ് ദാറ്റ് ഗ്രോസ് മാറ്റർ, എർത്ത് ദാറ്റ്. അപ്പൊ ഈ 5 സാധനങ്ങൾ കൊണ്ടാണ്. ഇനി 5 സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാം? പണ്ട് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റും പറഞ്ഞ് ഈ എലമെന്റ് അതിനായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ആ എലമെന്റ് ഇതായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലുക്ക്. സോഡിയം ഉണ്ട്, കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട് എന്നല്ല പറയുന്നത്. എന്തിനാ വെറുതെ 100 എണ്ണത്തിനെ പറഞ്ഞിട്ട് 100 എണ്ണം ഉണ്ടെങ്കിൽ 100 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ സോ കോംപ്ലിക്കേറ്റഡ് ഫോർ യു. വി വിൽ മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. 5 സാധനങ്ങളേ ഉള്ളൂ. ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി, 5 എണ്ണേ ഉള്ളൂ. ഈ 5 എണ്ണത്തിന്റെ കോമ്പിനേഷൻ അത് എങ്ങനെ കമ്പൈൻ ചെയ്യും? 5 എണ്ണത്തിനെ ഓരോ പ്യുവർ എലമെന്റ് എടുക്കുക, ആകാശം എടുക്കുക, ആകാശത്തിനെ 2ആയി വിഭജിക്കുക, 1 പ്യുവർ പാർട്ട് മാറ്റി വെക്കുക, സെക്കൻഡ് ഹാഫിനെ വീണ്ടും 4ആയി വിഭജിക്കുക. കറക്റ്റ്? എന്നിട്ട് ഈ 4ആയി വിഭജിച്ചപ്പോ 1/8 അല്ലേ ഉണ്ടാവുക? ഹാഫിനെ 4ആയി വിഭജിച്ചപ്പോ 1/8 അല്ലേ? ഈ ഓരോ 1/8നെയും ബാക്കി 4 എണ്ണത്തിനും കൊടുക്കുക. എന്നിട്ട് വിച്ച് മീൻസ് എവരിബഡി ഷെയർസ് ദാറ്റ്. ഇപ്പൊ നമ്മള് കെമിസ്ട്രിയില് കോവാലന്റ് ബോണ്ടിങ് പഠിക്കില്ലേ? ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടല്ലേ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാവുക. സെയിം ഐഡിയ. ഈ 1/8നെ ബാക്കി എല്ലാവരും ഷെയർ ചെയ്യുന്നു. സോ ആകാശം എന്ന് പറയുന്നത് ഈസ് ഹാഫ് ഓഫ് ആകാശം ആൻഡ് 1/8 ഓഫ് ഭൂമി, ജലം, വായു ആൻഡ് അഗ്നി. വായു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് വായു, 1/8 ഓഫ് ആകാശം, ഭൂമി, ജലം ആൻഡ് അഗ്നി. റൈറ്റ്? അപ്പൊ അതിന് അങ്ങനെയാണ്. അതാണ് ദാറ്റ്സ് എ പ്രോസസ് ഓഫ് പഞ്ചീകരണം. അതുകൊണ്ടാണ് എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കുന്നത്. ഇനി എവറിത്തിങ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദിസ്. പഞ്ചീകരണം എല്ലാം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ശങ്കരാചാര്യരെ ഞാനിത് വായിച്ചില്ലേ, ആത്മബോധത്തില് പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മസഞ്ചിതം ശരീരം. കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള ശരീരം പഞ്ചീകൃത മഹാഭൂത സംഭവം, പഞ്ചീകരണം കൊണ്ടുണ്ടായ മഹാഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. പിന്നെ എന്താണ് പഞ്ചീകരണം സംഭവിക്കാത്തത്? ഏതാ പഞ്ചീകരണം സംഭവിക്കാത്ത? മനസ്സും ബുദ്ധി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മള് ഓർമ്മയുണ്ടോ, നമ്മള് 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞില്ലേ, ഭൂമി രാപോ നലോ വായു ഖം മനോ ബുദ്ധി രേവച അഹങ്കാര ഇതീയംബേ ഭിന്ന പ്രകൃതി രാഷ്ട്രത. പ്രകൃതിക്ക് 8 മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. പ്രകൃതിക്ക് 8 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതില് ഭൂമി, വായു, ജലം, അഗ്നി, ആകാശം, ഈ 5 എണ്ണം പ്ലസ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 3 ആദ്യത്തെ 5 എണ്ണം പഞ്ചീകരിക്കപ്പെടുകയും മനോബുദ്ധി അഹങ്കാരങ്ങൾ പഞ്ചീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. മനസ്സ് സൂക്ഷ്മ ശരീരത്തിന് പഞ്ചീകരണം ഇല്ല. അതാണ് ശങ്കരാചാര്യ പറയുന്നത്, പഞ്ചപ്രാണ മനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപജ്ജീകൃത ഭൂതോത്തം സൂക്ഷ്മാംഗം ഭോഗസാധനം. സൂക്ഷ്മ ശരീരം അപഞ്ചീകൃതമാണ്. അപ്പൊ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരാണ് ഡിഫറൻഷിയേറ്റ് നമ്മള് ആൾക്ക് ഡിഫറെന്റ്, ഓരോരുത്തരും ഓരോ രീതിയിലാവുന്നതിന്റെ. അതെ. ഗ്രോസ് ബോഡി ഈസ് നമ്മൾ ഈ കാണുന്ന സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം ഈസ് യുവർ മനസ്സ്, ബുദ്ധി ആൻഡ് അഹങ്കാരം. ദാറ്റ്സ് ദി സൂക്ഷ്മ ശരീരം. ഇതിന് പുറകില് കാരണ ശരീരമുണ്ട്. വാട്ട് കോസസ് ഓൾ ഓഫ് ദിസ് ഇസ് അവിദ്യ, അല്ലെങ്കിൽ അജ്ഞാനം, അല്ലെങ്കിൽ ഇഗ്നറൻസ്. കാരണം ഇഗ്നറൻസിൽ നിന്ന് നോളജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വിച്ച് മീൻസ് ഇഫ് യു ആർ ദി അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്, യു ആർ നോട്ട് ഡിഫറെന്റ്. അഗെയിൻ വേവിന്റെയും വാട്ടറിന്റെ എക്സാമ്പിൾ ആയി കഴിഞ്ഞാൽ, when the wave knows that I am nothing but the water and I have nothing to do, does it have to become a wave then? Correct? വേവിന് മനസ്സിലാവുന്നു ഞാൻ തന്നെയാണ് വെള്ളം. ഇത് വേറൊരു ഇതുണ്ട്. നമ്മുടെ അജ്ഞാനത്തിനെ പറ്റി പറയുമ്പം ഒരു കഥ പറയും. നമുക്കുള്ള അജ്ഞാനം ഇസ് ബിക്കോസ് നമ്മൾ എല്ലാത്തിനെയും അതർ ദാൻ മീ ആയിട്ട് കണ്ട് ശീലിച്ചിരിക്കുകയാണ്. റൈറ്റ്? അപ്പൊ ഇതിൽ വളരെ നല്ലൊരു കഥ പറയും വേദാന്തത്തില്. വളരെ 10th man എക്സാമ്പിൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. 10ാമത്തെ ആളുടെ എക്സാമ്പിൾ. അപ്പൊ ഈ 10 പേരും കൂടെ ഒരു 10 ശിഷ്യന്മാരും കൂടെ ഒരു യാത്ര പോവാണ്. അപ്പൊ ഒരു ഭയങ്കര അലറിച്ചെയ്യുന്ന ഒരു പുഴയുടെ അവിടെ എത്തി. പുഴ ക്രോസ് ചെയ്യണം. എല്ലാരും പറഞ്ഞു നീന്താം. പുഴയില് ഭയങ്കര നീന്തലുണ്ട്, ഭയങ്കര ഇതുണ്ട്, എന്താ വെള്ളമുണ്ട്, നീന്താൻ. നീന്തി അക്കരെ എത്തി.
അക്കരെ എത്തിയിട്ട് എല്ലാവരും ഉണ്ടോ എന്ന് എണ്ണണം. അപ്പൊ ഒരാൾ എണ്ണി 1 2 3 4 5 6 7 8 9, അയ്യോ ഒരാൾ മിസ്സിങ്. മറ്റൊരാളെടുത്ത് എണ്ണാൻ പറഞ്ഞു, അയാളും എണ്ണി 9 പേര്. എല്ലാവരും 9 പേരെ മാത്രം എണ്ണി, ആരോ ഒരാൾ മിസ്സിങ് ആണ്. എല്ലാവർക്കും ആരോ ഒരാൾ മിസ്സിങ് ആണ്, അറിയില്ല ആരാ മിസ്സിങ്. അപ്പൊ വേറൊരു ഗുരു വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം, 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് പറഞ്ഞു കൊടുത്തു എങ്ങനെ എണ്ണണം. 1 2 3 4 5 6 7 8 9 and then 10ാമത്തത് is you, inward, right? That fine. നമുക്കിപ്പോ 9 നോളജ് നമുക്കുണ്ട്, ഈ പുറമേ നിന്നുള്ള 9 നമുക്കുണ്ട്. ആ ഉള്ളില് that one that is missing, ആ 10 ആയാലേ പൂർണ്ണമാവൂ. ആ പൂർണ്ണമാവുന്നത് you have to turn inward. The 10th man is that you are. Tatvamasi, right? At the end of the day, Tadattvamasi, you are that 10th man. How do you know that? Turn inward. വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. വേറൊരാൾക്ക് 9, കാരണം പുറമേയുള്ള ഒരാൾക്ക് വേറൊരാൾക്ക് ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. You are the 10th man. Realization is for you. You have to realize that you have not been counting yourself and therefore start to count myself. 10ാമത്തെ ആള് ഞാനാണെന്നുള്ള ബോധം നമുക്ക് വരണം. And ഈ chapter is really about that, about turning inward and not missing you, the ultimate consciousness, the real consciousness, the real light. കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നീ വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നീ വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഓംകാരം മുഴക്കുന്ന പൈക്കളെ മേയ്ക്കുവാൻ ഓരോ മനസ്സിലും നീ വരുന്നു. നിന്റെ പുല്ലാങ്കുഴൽ പാട്ടിൽ പ്രപഞ്ചം നന്ദിനി പശുവായി തീരുന്നു. അകിടു ചുരത്തുമെൻ ജീവനു നീ മോക്ഷ കറുക നാം വേഗുമോ കണ്ണാ. കായാമ്പൂത്തൊഴുകിൽ വന്ന നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നീ വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. ഗോവർദ്ധനമായി മണ്ണിന്റെ ദുഃഖം നീ വിരൽ തുമ്പാലുയർത്തുന്നു. നിന്റെ മന്ദസ്മിത കുളിരിൽ പ്രപഞ്ചം നിത്യവസന്തമായി തീരുന്നു. തൊഴുതു നിൽക്കുന്നൊരു ജീവനു നീയൊരു തിരിവെളിച്ചം തരൂ കണ്ണാ. താമരത്താരിതൾ കണ്ണാ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നീ വിളക്കാവട്ടെ എന്റെ ജന്മം. കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം. കർപ്പൂരമാവട്ടെ